നമ്മുടെ വീഡിയോ ഓപ്പോ K12X 5Gയുടെ ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. സോ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. സോ ഇതാണ് നമ്മുടെ ഓപ്പോ K12Xന്റെ 5G എന്ന് പറഞ്ഞ ഫോണിന്റെ ബോക്സ്. സോ ഇവിടെ സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്പെക്ക് എഴുതിയേക്കുന്നത് 360 ഡാമേജ് പ്രൂഫ് ആമർ ബോഡിയാണ്. എന്നുവെച്ചാൽ താഴേക്കൊന്നും വീണ ഒരു കുഴപ്പമില്ല. 45 വാട്ടിന് സൂപ്പർ ബുക്ക് ഫ്ലാഷ് ചാർജ് ആണ്. 5100 mAh ലാർജ് ബാറ്ററി ആണ്. 120 Hz അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ സ്പ്ലാഷ് ടച്ച് ആട്ടോ. സോ ഇതാണ് നമ്മുടെ ഓപ്പോ K12X 5Gയുടെ ബോക്സ്. സോ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഫോൺ ആട്ടോ. സോ നമുക്ക് ഫോൺ എടുക്കാം. It's time for ASMR. സോ ഇതാട്ടോ നമ്മളുടെ ഓപ്പോ K12X 5G എന്ന് പറഞ്ഞ ഫോൺ. ബ്രീസ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ ആട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വൈബ്രന്റ് കളർ ആട്ടോ. ഇനി ഗൈസ് ബോക്സിന്റെ ഉള്ളിൽ കേസ്, TPU കേസ്, യൂസർ മാനുവൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ 45 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ഫ്ലാഷ് ചാർജ് ആണ്. ടൈപ്പ് സി കേബിൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ TPU കേസ്, യൂസർ മാനുവൽ, ഇതാട്ടോ ഈ ഒരു ഓപ്പോ K12Xന്റെ കേസ്. TPU കേസ് നല്ല റഗ്ഡ് ആയിട്ടുള്ളൊരു കേസാണ്. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടൊക്കെ ഉള്ള ഒരു കേസ് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ ഫോൺ ഓപ്പോ K12X 5G. സോ ബ്രീസ് ബ്ലൂ കളർ ആണ്. സോ ഇതാണ് നമ്മുടെ ഫോൺ. സോ ലെറ്റ്സ് പവർ ഓൺ. 120 Hz ഡിസ്പ്ലേ ആട്ടോ. സോ ഈ ഫോണിന്റെ സ്പെക്കിനെ പറ്റി വരാണെങ്കിൽ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ സൈസ് 6.67 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ 120 Hz ഡിസ്പ്ലേ. പിന്നെ പഞ്ചോൾ ക്യാമറ വിത്ത് ഡിസ്പ്ലേ ആട്ടോ. ഇത് പഞ്ചോൾ ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഭയങ്കര ഒരു വലിയ ഫീച്ചർ ആട്ടോ. പിന്നെ മൾട്ടി ടച്ച് ഡിസ്പ്ലേ ആണ്. കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ആണ്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്, 120 Hz ഡിസ്പ്ലേ. പിന്നെ ഡിസൈനെ പറ്റി വരാണെങ്കിൽ ബ്രീസ് ബ്ലൂ കളർ ആണ്. ഹൈറ്റ് 165.7 mm, തിക്നെസ് 7.7 mm തിക്നെസ് ആണ്. 186 grams. പിന്നെ ഇത് രണ്ട് കളർ ഓപ്ഷനിലാണ് വരുന്നത്. മിഡ് നൈറ്റ് വയലറ്റ് ആൻഡ് ബ്രീസ് ബ്ലൂ. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് ബ്രീസ് ബ്ലൂ കളർ ആട്ടോ. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണ്. IP54 വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണ്. പിന്നെ ഡസ്റ്റ് പ്രൂഫ് കൂടി ആട്ടോ. സോ എൻ്റെ ക്യാമറയെ പറ്റി വരാണെങ്കിൽ പ്രൈമറി ക്യാമറ 32 മെഗാപിക്സൽ ആൻഡ് സെക്കൻഡറി സെൽഫി ക്യാമറ 2 മെഗാപിക്സൽ ആണ്. സോ ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാട്ടി തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫോട്ടോ സാമ്പിൾസ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ആട്ടോ. 32 മെഗാപിക്സലിൻ്റെ ഒരു അടിപൊളി ക്യാമറ ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പഞ്ചോൾ ക്യാമറ 2 മെഗാപിക്സലിൻ്റെ ആട്ടോ. സോ ഇതാണ് നമ്മുടെ ഫോൺ. പിന്നെ ഗൈസ് നമ്മളുടെ ഈ ഒരു ഫോണിൽ കണ്ടിന്യൂസ് ഷൂട്ടിംഗ്, ഹൈ ഡൈനാമിക് റേഞ്ച് മോഡ് ഉണ്ട്. HDR സപ്പോർട്ട് ഒക്കെ ഉണ്ട് ഈ ഫോണിൽ. വീഡിയോ റെക്കോർഡിംഗ് 1080 @30 FPS ആണ്. 720 @30 FPS ആട്ടോ ഇതിന്റെ വീഡിയോ റെസൊല്യൂഷൻ. ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് ആട്ടോ ഗൈസ് ഇതില്. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറയിൽ 1080 @30 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇനി റെക്കോർഡിംഗിൽ 720 @30 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5110 mAh ഒരു ബാറ്ററിയാണ്. പിന്നെ റിമൂവൽ ബാറ്ററി അല്ല. പിന്നെ സൂപ്പർ ബോക്കിന്റെ 45 വാട്ടിന്റെ ഒരു ചാർജിങ് ബ്രിക്കാണ് കൊടുത്തേക്കാണ്. 0 to 50 30 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ആവും. ഇതിന്റെ കേബിളിനെ പറ്റി വരാൻ ടൈപ്പ് സി ടൈപ്പ് ആട്ടോ ഇതിന്റെ ചാർജിങ് കേബിൾ. പിന്നെ സ്റ്റോറേജ് ഇന്റേണൽ മെമ്മറി 128 ആണ്. പക്ഷെ എൻ്റെ ഇപ്പൊ ഇരിക്കുന്നത് 256ന്റെ മോഡൽ ആട്ടോ. പിന്നെ ഗൈസ് കളർ OS ആൻഡ്രോയിഡ് വേർഷൻ 14 ആട്ടോ.
ആൻഡ്രോയിഡ് വിഷൻ 14 ആണ്. കളർ OS ആൻഡ്രോയിഡ് വിഷൻ 14. സോ ഗൈസ് ഇതായിരുന്നു നമ്മുടെ Oppo K12X 5G ഫോണിന്റെ അൺബോക്സിംഗ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.